ഞാനാ നിത്യ. ഇപ്പോൾ ചെന്നൈയിലുണ്ട്. നീ ഇപ്പോൾ ഫ്രീ ആണോ? എന്താ പറയ്. കാണാൻ പറ്റുമോ? ക്യാൻ വി മീറ്റ്? ഇപ്പോൾ ഹായ്. ഹലോ, ഞാൻ പിന്നെ വിളിക്കാം. ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്. പറയാതെ പോയില്ലേ മണപ്പാടുന്ന്? ഉണ്ടോ പോയോ തിരികെ വരുമോ എന്നറിയാതെ കുറേ നാൾ കാത്തിരുന്നു. അതിനുശേഷം സ്കൂളിലേക്കാണെങ്കിൽ കുറേ ടീച്ചേഴ്സ് വന്നു. ഞാൻ അതേപ്പറ്റി പറയാൻ വന്നതല്ല. വിദ്യയുടെ കല്യാണം. ഓ, എപ്പോ? നാളെയാ കല്യാണവും റിസപ്ഷനും എല്ലാം. സോറി, ലാസ്റ്റ് ടൈം ഇൻവിറ്റേഷന് ഞാനും ഇന്നാ വന്നത്. നിനക്ക് നേരിട്ട് തരണം എന്ന് വിചാരിച്ചതാ. വരുമല്ലോ അല്ലേ? നന്നായി നീ ഫോൺ ചെയ്ത് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഞാനും നേരിൽ കണ്ടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ. ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. ചേട്ടത്തിയുടെ സിസ്റ്റർ കുറച്ച് നാളായിട്ട് ആലോചന നടക്കുന്നു. കഴിഞ്ഞ ആഴ്ച കൺഫേം ആയത്. ഞാൻ ഓക്കെ പറഞ്ഞു. അടുത്ത മാസം കല്യാണം അമ്പലത്തിൽ വെച്ച്. അതിനുശേഷം ലണ്ടൻ. കൂടെ ജോബ്, ഫാമിലി വിസ, കംഫർട്ട് ലൈഫ്, കാണാൻ ബ്യൂട്ടി. അവിടെ പേര് രാധിക. Congratulations, Varun. That's really good news. താങ്ക്സ്. നാളെ നീ വരില്ലേ? വെഡിങ്ങിന് പറ്റിയില്ലേ, റിസപ്ഷനിലും വരണം. വേറൊരു പെണ്ണായി കല്യാണം. അവൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ ഞാൻ അവന്റെ മനസ്സിൽ നിന്ന് പോയല്ലേ. അവന്റെ ജീവിതത്തിൽ ഞാനില്ലെന്നല്ല അർത്ഥം. ചോദിച്ചല്ലോ. എനിക്കറിയാം അവൻ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ഞാൻ അവനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്നെ വിട്ടേക്കാനും പറഞ്ഞു. എന്നാലും അവൻ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ കരയാതെ. അവൻ എന്നെ വിളിച്ചിരുന്നു. ക്ലാസ്സിലേക്ക് വന്നു. ദേഷ്യത്തിൽ ഞാൻ അവനെ വിട്ടിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. അവനപ്പം പോയി. എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഇനി എന്നെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും പറഞ്ഞിരുന്നേൽ ഞാൻ ഒരിക്കലും അവനെ പറഞ്ഞു വിടില്ലായിരുന്നു. പോകാൻ അനുവദിക്കില്ലായിരുന്നു. വരുൺ, നിന്നോട് സംസാരിക്കാൻ ഫോൺ ചെയ്യണോ വേണ്ടെന്നറിയാതെ വിളിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു നീ വിളിച്ചത്. ഓ, അത് ശരി.
നിന്നോട് സംസാരിക്കാന്ന് വെച്ചാ ഞാൻ വന്നത്. എന്താ നീ ഉദ്ദേശിക്കുന്ന നിത്യ? ആ, എന്തു വേണം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വാട്ട് യു പ്ലാൻ ടു ഡു? എന്തിനാ ഇന്ന് വന്നേ? സോറി, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിനക്ക് പോകണമെന്നുള്ളപ്പോൾ നീ പോയിക്കോ. ഇല്ല, പ്രശ്നമില്ല. രാവിലെ 5 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം. നാളെ 4:30 അമ്മ വന്ന് വിളിക്കും. കോവിലില്ല കല്യാണം, അതുകൊണ്ടാണ് കാലത്ത് പോകുന്നത്. എന്താ കാര്യം? നിന്നെ ഒന്ന് വിഷ് ചെയ്തിട്ട് നിന്നോട് സോറി പറയാനാണ് ഞാൻ വന്നേ. നീ എന്നെ വെറുക്കരുത്, അതാ എനിക്ക് പ്രധാനം. അത് പറ്റില്ല. ഐ ഹേറ്റ് യു നിത്യ. എന്നെ നീ മനസ്സിലാക്കിയിട്ടേ ഇല്ല. ഞാൻ എൻ്റെ സ്നേഹം അത് ഓർമ്മിച്ചില്ല. യു ഡോണ്ട് ഷോ മൈ ലവ്. ഇതേ ടെറസിൽ ഇതേ സ്ഥലത്ത് ഞാൻ നിന്നോട് കെഞ്ചിയിരുന്നു നിന്റെ കൂടെ എന്നെയും കൊണ്ടുപോകാൻ. അപ്പോൾ എനിക്കും ഇത് തന്നെയാണ് തോന്നിയത്. നീ എന്നെ മനസ്സിലാക്കിയില്ല. എൻ്റെ പ്രണയം നിനക്കല്ലെന്ന്. യു ഡോണ്ട് ഡിസേർവ് മൈ ലവ്. നീ മനസ്സിലാക്കാത്ത വിഷമത്തിൽ ഇതിപ്പോൾ എത്ര പ്രാവശ്യമായി? വഴക്കിടാൻ ഞാനില്ല. അത് പറയാനാണോ നീ വന്നേ? അതെ. സോറി. ഞാൻ പോവാ. നാളെ മണപ്പാട് പോവല്ലേ? നിനക്കെങ്ങനെ അറിയാം? നമുക്ക് 2 പേർക്കും ഒരേ ഫ്രണ്ട്സ്, 2 പേർ. പക്ഷേ ഞാൻ അവരോടിത് പറഞ്ഞിട്ടില്ല. അതും അറിയാം. ന്യൂ കാർ? ഹാ, എൻ്റെ അല്ല, അച്ഛൻ്റെ. ഓ. നിത്യ, മൈ കാർ. Wow, Varun. Nice. I'm happy for you. ഡ്രൈവ്. കടം തീർക്കുമെന്ന് വിചാരിച്ചോ? എത്രയോ പ്രാവശ്യം നിനക്ക് വേണ്ടി നിന്റെ കാർ ഓടിച്ചിട്ടുണ്ട്. അല്ലേ ഞാൻ കടം വെച്ചോണ്ടേയിരിക്കും. രാധികയ്ക്ക് എന്നെ അറിയാമോ? നിന്നെപ്പറ്റി അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എന്നെപ്പറ്റി പറയുമ്പോൾ തന്നെ അതിൽ ഉറപ്പായി നീ ഉണ്ടാവും. അതാണ് സത്യം. ആ കാര്യം എത്ര പ്രാവശ്യം പറഞ്ഞതാ നിന്നോട്? ഒരുപാട് കാര്യങ്ങൾ നിന്നിൽ നിന്ന് പഠിച്ചു. താങ്ക് യു. സൺഡേയിൽ ചില റെസ്റ്റോറൻറ്റിലേക്ക് പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ട് പോകരുത്.
പടം കാണാൻ 10 മിനിറ്റ് മുമ്പേ പോകണം. ബർത്ത്ഡേക്ക് നേരം വെളുക്കുമ്പോൾ മുതൽ ഇരുട്ടുന്നവരെ കൂടിയിരിക്കണം. ഹേയ്, ഐ മീൻ സത്യമാ. നിൻ്റെ അടുത്തുനിന്ന് ഞാൻ പഠിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന് ക്രിക്കറ്റ്, ലെഗ് സ്പിന്നർ എന്താ, ഓഫ് സ്പിന്നർ എന്താ. അത് ശരി. ആദെങ്കിൽ ക്രിസ്റ്റ് ആരാണെന്ന് പറ, നോക്കാം. കം ഓൺ, ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ. അത് ശരി, സായിപ്പ് അല്ലേ? അതാ പറഞ്ഞേ. രമേഷ് പവർ ആരാണെന്ന് പറ. പറയേ. നിനക്ക് അറേഞ്ച് മാരേജ് ശരിയാവേ ഇല്ല, സത്യം. എനിക്ക് അവളെ നന്നായിട്ട് അറിയാൻ നിത്യ. അവൾ വീട്ടിലുണ്ടാവും. ആ, ഞാൻ അവളെ കാണാനാ വന്നേ. നീ ആരെയാ കല്യാണം കഴിക്കാൻ പോന്നേ? അവളെ കാണാൻ. നിന്റെ പ്ലാൻ എന്താ? ഐ മീൻ എന്താ നിന്റെ പ്ലാൻ? അറിയില്ല, കല്യാണം ഇല്ല. എന്താ നിത്യ? നീയല്ലേ എപ്പോഴും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ? അത് നിന്നെ പറ്റിയാ, കല്യാണത്തെ പറ്റിയല്ല വരുൺ. നിന്നെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചാ പറഞ്ഞത് എപ്പോഴും. സോറി. നീ എന്താ എന്നോട് പറയാതിരുന്നേ വരുൺ? അച്ഛനെ, അമ്മയെ, നിന്റെ ചേട്ടനെ പറ്റി ഒന്നും പറഞ്ഞതേ ഇല്ല. എന്തിനാ വെറുതെ പറയുന്നതെന്ന് കരുതി. ഈഗോ അല്ലേ? സമ്മതിച്ചു. ഈ സ്ഥലം അല്പം പോലും മാറിയിട്ടില്ല, ഈ സ്വിങ് പോലും മാറ്റിയിട്ടില്ല വരുൺ. മിഡിൽ ക്ലാസ് അപ്പാർട്ട്മെൻറ്റ് നിത്യ, മാറില്ല. ഞാനും ഇവിടെ ഉണ്ടായിരുന്നു, മറക്കണ്ട. ഒരു പ്രശ്നമോ അല്ലെ കഷ്ടകാലോ വരുമ്പോൾ നീ ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോകാൻ പാടില്ല. എന്നെ വിട്ടേക്കെന്ന് പറയാൻ പാടില്ല നിത്യ. അതാദ്യം നീ പഠിക്കും. ഞാൻ പറഞ്ഞ ഓർമ്മയിൽ വെച്ചോ. നീ എന്നെ പ്രശ്നത്തിലാക്കരുതായിരുന്നു വരുൺ. അങ്ങനെ ഞാൻ വേണ്ടെന്ന് വെച്ച് പോയാലും നീ എന്നെ വിടാൻ പാടില്ലായിരുന്നു വരുൺ. ഇതെങ്കിലും നീ എന്നിൽ നിന്ന് പഠിച്ചോ. നിന്റെ കല്യാണത്തിന് 3 മണിക്കൂർ മുമ്പാണ് ഞാനിത് പറഞ്ഞതെന്ന് ഓർമ്മയിൽ വെച്ചോ. വരുൺ, എനിക്കെല്ലാം എപ്പോഴും നീ തന്നെയായിരുന്നു. എനിക്കെന്നെ നന്നായിട്ടറിയാം, അതുകൊണ്ട് തന്നെ നിന്നെ അറിയാം. അതോടെ നിന്നോട് പറയാനാ വന്നേ. ആണോ? ഐ മീൻ ഇതെല്ലാം പറയാനാണോ വന്നേ? വേറൊന്നുമില്ല? നത്തിങ്? അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ?
വരുൺ, ഇപ്പം നീ വെളിയിൽ പോയി വന്നത് ആ പെണ്ണിന് വേണ്ടിയിട്ടല്ലേ? IIM-ൽ പഠിക്കുമ്പോൾ ഇവിടെ എഞ്ചിനീയറിങ്ങിന് പഠിച്ചിരുന്ന പോലല്ല നീ. എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെ ആയിരുന്നത് നീ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, മണപ്പാടയ്ക്ക് പോയിരുന്നത്. ജോലിക്കാണെന്ന് കള്ളം പറഞ്ഞു പോലും പോകാറുണ്ടായിരുന്നു. റിസപ്ഷനിൽ വെച്ച് പ്രകാശ് പോലും പറഞ്ഞു, നിത്യ മണപ്പാട് ഏതോ സ്കൂൾ നടത്തുന്നതായി അറിഞ്ഞുവെന്ന്. നമ്മുടെ അബു പോലും നിത്യയെപ്പറ്റി 2-3 പ്രാവശ്യം വീട്ടിൽ പറയുന്നത് കേട്ടു. ഒരു പ്രാവശ്യം നീ അമ്മയെ പോലും അമ്മയ്ക്ക് പകരം നിത്യയെന്ന് വിളിച്ചില്ലേ? അതെ അച്ഛാ, അവൾക്ക് വേണ്ടിയാ പോയെ, അവളെ കാണാനാ പോയെ. അവളോട് സംസാരിച്ച് ഗുഡ് ബൈയും പറഞ്ഞാ പോകുന്നത്. ഗുഡ് ബൈ പറഞ്ഞാൽ കഴിഞ്ഞോ? ഇപ്പൊ എന്തു ചെയ്യണമെന്നറിയില്ലേ രാധിക? ആ ഓർമ്മ നിനക്ക് വേണം. രാധിക നമ്മുടെ വീട്ടിലെ പെണ്ണാ. അവൾക്കൊരു വിഷമവും ഉണ്ടാകാൻ പാടില്ല. നീ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് അവളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്ന് രാധികയെ കല്യാണം കഴിക്കാൻ പാടില്ല. അവൾക്ക് സന്തോഷം കൊടുക്കാൻ നിനക്ക് കഴിയില്ല. അത് വലിയ തെറ്റും കൂടിയാണ്. അവളത് സഹിക്കില്ല. ഇതാണ് പ്രശ്നമെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഉറപ്പായും നിനക്ക് തീരുമാനമെടുക്കാൻ കഴിയും. ഇന്ന് തന്നെ. വരുൺ, ഹായ്. എന്തുപറ്റി? അച്ഛാ, എന്താച്ചാ? വരുൺ, വരുൺ, ഇവിടെ എന്താ കാര്യം? നിങ്ങളുടെ അനിയത്തോട് ചോദിക്കുക, എനിക്ക് എന്താ ഇവിടെ കാര്യമെന്ന്. ആ കാവ്യ, ജസ്റ്റ് ക്ലോസ് ദ ഡോർ. പറ നിത്യ, എനിക്കെന്താ ഇവിടെ കാര്യമെന്ന്. എന്നെപ്പറ്റി ആലോചിക്കാറില്ല. ഞാൻ വിളിച്ച എല്ലാം കളഞ്ഞിട്ട് ഓടി വരാൻ പറ്റത്തില്ല. ഒരുമാതിരി ലവ്. എന്ത് വിശ്വാസം നിന്റെ കൂടെ വരുന്നേ? അങ്ങനൊക്കെ പറഞ്ഞില്ലേ മണപ്പാട്ട് വെച്ച്? ഇതാ നമ്മൾ. നമുക്കൊന്നിക്കാനേ കഴിയില്ലെന്ന് വരെ പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് നിന്നെ വിട്ടു പോകുന്നത്. നീ എന്നെ സ്വീകരിക്കത്തേയില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആ കല്യാണത്തിന് സമ്മതിച്ച. ഇന്നലെ എന്തിനാ നിത്യ നീ വന്നേ? നമ്മൾ അന്യോന്യം വെറുക്കരുതെന്ന് പറഞ്ഞിട്ട് പോരാനാണോ നീ വന്നേ? വേറെന്തൊക്കെയാ നീ പറഞ്ഞേ? വരുൺ, ഇപ്പോ വേണ്ട. അച്ഛനെ പറ്റി ആലോചിക്കേ, പിന്നീട് സംസാരിക്കാം. നിങ്ങളുടെ അച്ഛനമ്മമാരെ പറ്റി ഞാനെന്തിനാ ആലോചിക്കണം? ഇവളാലോചിച്ചോ എൻ്റെ അച്ഛനെയും അമ്മയും പറ്റി? എനിക്ക് നിന്നെ ഇഷ്ടമല്ലല്ലോ, നിനക്കെന്താ? ഞാൻ നിന്നെ വെറുത്താലും നിനക്കെന്താ? ഐ ഹേറ്റ് യു. സോ സോറി വരുൺ. ഞാനല്ലേ സോറി പറയണ്ടേ? ആർക്കാന്നറിയോ? രാധികയ്ക്ക്, അവിടെ അച്ഛനമ്മമാർക്ക്, എൻ്റെ ഏട്ടത്തിക്ക്, എൻ്റെ ഏട്ടന്, എല്ലാവർക്കും. ചെരുപ്പൂരി അടിക്കും അവര്. ഇതിനെല്ലാത്തിനും ഞാൻ തന്നെ സോറി പറയണം. കളിയാക്കുന്ന പോലെ ഓടി വന്നത്. അതും താലി കെട്ടുന്നതിന് 1 മണിക്കൂർ മാത്രം മുമ്പ്. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. നീ സോറി പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. നീ ഇനി ജീവിതത്തിൽ എല്ലാമെന്ന് വിചാരിച്ചിരുന്നു. നീ പോകുന്ന ഓരോ സെക്കൻഡിലും നിന്റെ അടുത്ത് ഓടി വരണമെന്ന് തോന്നിച്ചു.
അതുകൊണ്ട് ഐ ഹേറ്റ് യു. ഐ ഹേറ്റ് യു. ദയവ് ചെയ്ത് കരയാതിരി. ഈസി ആയിട്ടൊരു തീരുമാനം എടുക്കേണ്ട നേരത്ത് കരഞ്ഞോണ്ടായിരുന്ന നിത്യ, ആരാ? അല്ല, നിങ്ങളുടെ മോളെ കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഈ പെണ്ണല്ല, നിത്യ. നിത്യ, സർ, ഞാൻ ഇപ്പോഴാണ് വന്നേ. നിത്യ. ബൈ ദ വേ, വരുൺ കൃഷ്ണൻ. നിത്യ, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? ഒന്നുമില്ല അച്ഛാ, ഞാൻ പറയാം. ലെറ്റ് മീ ടോക്ക് ടു ഹിം. ലിസൺ, യു. സർ, ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എനിക്ക് ഇവളെ നന്നായി അറിയാം. സ്കൂൾ മുതൽ, അല്ല 8 വയസ്സ് മുതൽ. അളകനന്ദ അപ്പാർട്ട്മെൻറ്റ്സ് 11th അരമണിക്കൂർ മുൻപ് സ്കൂളിലേക്ക് കാറിൽ വിട്ടിരുന്നില്ലേ? അവൾ വന്നത് എനിക്ക് വേണ്ടിയാ. അവൾ സ്കൂളിൽ വന്നിരുന്നതേ എനിക്ക് വേണ്ടിയാ. നിങ്ങൾ കൊടുത്തുവിട്ട എക്സ്ട്രാ ലഞ്ച് അതും എനിക്ക് വേണ്ടിയാ. ആ സെൽഫോൺ തന്നത്, ആ സെൽഫോൺ ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അവൾ സ്വൈപ്പ് ചെയ്തിട്ടാ. 10th വരെയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിട്ടിട്ട് എൻ്റെ അച്ഛന് 10,000 രൂപ അധിക ചെലവ് വരുത്തി അവൾ പഠിക്കുന്ന സ്കൂളിൽ പോയി ചേർന്നു, അവൾക്ക് വേണ്ടി. ഇപ്പോൾ റീസെൻ്റായി 1.5 ലക്ഷം രൂപ ഇൻസെൻറ്റീവ് കളഞ്ഞിട്ട് ജോലി പോലും ഓൾമോസ്റ്റ് പോയി. നിങ്ങളുടെ മോളെ തേടി മണപ്പാട് പോയതുകൊണ്ട് അവൾ എന്നോട് മിണ്ടിയതേ ഇല്ല. എനിക്ക് 10 ദിവസം പോയി. മനസ്സില്ല മനസ്സോടെ പോന്നു. ഇന്ന് രാവിലെയാ എൻ്റെ കല്യാണം. 6:30 മണിക്കാ മുഹൂർത്തം. വേണ്ടെന്ന് 5:30 മണിക്ക് പറഞ്ഞിട്ട് പോന്നു. നിങ്ങളുടെ മോളെ സ്നേഹിക്കുന്ന പോലെ വേറെ ആരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. Nitya, you better have a good explanation for that. അച്ഛാ പ്ലീസ്. വരുൺ, പോകല്ലേ, പോകരുത് വരുൺ. ഞാൻ പോവാ. വരുൺ, ഞാനിവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ എന്തിനിവിടെ നിൽക്കണം? എന്നെ നിനക്കറിയില്ലേ വരുൺ? എന്നെ നിനക്കറിയില്ലേ? അറിയില്ല. നീ ഇന്നലെ എന്തിനാ നിത്യ വന്നേ? എന്തൊക്കെ പറഞ്ഞ്? നമുക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം, രാധിക കാണണം. I love you വരുൺ. ചുമ്മാ ലവ് യു. അതുകൊണ്ടാ വന്നത്. ഇപ്പൊ എന്താ നിത്യ? ഇപ്പൊ അല്ല വരുൺ, എപ്പോഴും എപ്പോഴും I love you. You know that. എപ്പോഴും എപ്പോഴും എന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? എന്തായാലും ഒരു സംശയമില്ലാതെ, എത്ര വഴക്കിട്ടാലും, ഈഗോ ഇല്ലാതെ, എത്ര കരഞ്ഞാലും അവസാനം വരെയും, അതിനപ്പുറം. അത് തന്നെ അർത്ഥം. എന്തായാലും I love you. എന്റെ തെറ്റ് എന്നാ? ഇന്നലെ മാത്രമല്ല, 6 മാസം മുമ്പ് കോളേജില്, സ്കൂളില് ഞാനൊന്ന് ചെയ്യണമായിരുന്നു. എപ്പോ വഴക്കിട്ടിരുന്നോ, എപ്പോ പിരിഞ്ഞിരുന്നോ, അന്യോന്യം സംസാരിക്കാതിരുന്നോ, അപ്പോഴെല്ലാം ഒരു നിമിഷം കളയാതെ ഞാനൊന്ന് ചെയ്യണമായിരുന്നു. എന്നാ എല്ലാം ശരിയാവുമായിരുന്നു. അതങ്ങനെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ സംസാരിച്ചിരിക്കും, ഒരു കാര്യം പറയാതെ. ഒന്നും പറയാനില്ലേ? ഒരുപാടുണ്ട്.
വയസ്സിലത് ചെയ്തിരുന്ന തെറ്റ്. സ്കൂളിൽ പോലും അതെ, കോളേജിലൊക്കെ. രണ്ട് കാര്യങ്ങൾ ഞാൻ നിന്നിൽ നിന്ന് പഠിച്ചെന്ന് പറഞ്ഞില്ലേ? ഒന്ന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു, പിന്നൊന്ന് ഇത് തന്നെ. I love you, Varun. I love you. അച്ഛൻ അകത്തു പോകാം. കല്യാണമല്ലേ, പോയി മുടിവെട്ടാൻ പറയും. നിന്നെ കല്യാണം കഴിക്കുമ്പം നന്നായി മുടി വെട്ടിക്കൊള്ളാം. പോരെ, വാ വാ അങ്ങോട്ട് ചെല്ലാം. എൻ്റെ അപ്പൻ എന്നെ മുട്ടയടിപ്പിക്കുമെന്ന് തോന്നുന്നു. അതിനുശേഷവും കല്യാണത്തിന് ശേഷവും 4 വഴക്ക്. അവൾ പറഞ്ഞ ഐഡിയ ഉപയോഗിച്ച്